സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു ടണലുണ്ട്. ആ ഒരു ടണൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു 10-11 പേരടങ്ങുന്ന സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അഞ്ചുരുളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് അഞ്ചുരുളി എന്ന് പറയുന്നത്. ഈ ഒരു ടണൽ ഏകദേശം 5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടണൽ നിർമ്മിക്കുമ്പോൾ ഏകദേശം 22 പേര് ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കേണ്ടായി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ സാധാരണ അന്ന് 1974 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ മാക്സിമം ഈ ഒരു കല്ല് പൊട്ടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് തോട്ട ഉപയോഗിച്ചിട്ടാണ് ഇത് പൊട്ടിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഗുഹകളിൽ ഏറ്റവും വലിയ ഒരു ഗുഹയാണ് നമ്മുടെ ഈ അഞ്ചുരുളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം, അതായത് ഈ ഒരു ടണലിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത് 1974 അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് ഒരു 6 വർഷം കൊണ്ട് 1980 ആകുമ്പോഴേക്കും ഇതിൻ്റെ പൂർത്തീകരണം നടന്നിട്ടുണ്ട്. ഇത് പൈലിപ്പിള്ള എന്നൊരു കോൺട്രാക്റ്റാണ് ഇതിലെടുത്തിട്ടുള്ളത്. അത് SNC ലെവലിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വർക്ക് നടന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 22ഓളം പേർ ഈ ഒരു വർക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം അത്രയും റിസ്കോട് കൂടിയാണ് ഈ ഒരു തുരങ്ക നിർമ്മാണം അക്കാലത്ത് നടന്നിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പോഴും തന്നെ ഈ ഒരു ഗുഹയിലുള്ളിൽ പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു വാണിംഗ് ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ മുകളിൽ നിന്ന് പാറകൾ എപ്പോഴും അടർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നല്ല. കാരണം അന്ന് ഇതൊക്കെ തോട്ട വെച്ചിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ വിള്ളലുകൾ അതിൽ അവിടങ്ങളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുകളിൽ നിന്ന് പാറകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. വലിയ വലിയ കഷ്ണങ്ങൾ വീണിട്ട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് ഒരു ബോർഡിൽ കൃത്യമായി വാണിംഗ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത്രയും റിസ്ക് ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇതിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ പെട്ടിട്ട് അപകടം ഉണ്ടാവാം. അതിന് പുറമെ പാമ്പുകൾ, പിന്നെ വവ്വാലുകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പാമ്പുകൾ എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഓരോ ഗ്യാപ്പുകളിലാണ് ഈ പാമ്പുകളൊക്കെ ഉണ്ടാവുക ഇതിൻ്റെത്. കാരണം നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ കാണുന്നില്ല നിങ്ങൾ, ഈ വെളിച്ചം കുറഞ്ഞ് വരും. പിന്നെ അങ്ങോട്ട് നമുക്ക് വെളിച്ചം ഉണ്ടാവില്ല. പിന്നെ ഓക്സിജൻ്റെ ലഭ്യത കുറയും. നമ്മൾ ഈ ഒരു പരിസരത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓക്സിജൻ്റെ അളവ് നമുക്ക് ആ ഒരു എന്താണ് നമ്മളൊരു ബ്രീത്തിങ് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെയൊക്കെ ടൂറുകൾ പോകുമ്പോൾ കൂടുതൽ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ റിസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് കാണാനുണ്ട്. ഈ ഒരു പ്രദേശത്ത് നല്ലൊരു ഭംഗിയുള്ള പ്രദേശം കൂടിയാണ്. ഈ ഒരു ചുറ്റുപാടൊക്കെ നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. അപ്പോൾ അതും കാണാം. ഈ അഞ്ചുരുളിയുടെ ഈ ഒരു ഗുഹയുടെ കവാടങ്ങൾ നിങ്ങൾക്ക് കാണാം. കുറച്ചുള്ളിൽ വരെ നമുക്ക് വെളിച്ചം കിട്ടും. ഏകദേശം ഒരു 100 മീറ്റർ വരെ ഇതിൽ നമുക്ക് വെളിച്ചം കിട്ടും. അപ്പോൾ ആ ഒരു സ്ഥലം വരെ നമുക്ക് പോകുന്നതിന് വലിയ റിസ്ക് ഇല്ല. പക്ഷെ അതിനുള്ളിലൊക്കെ കടക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ജലനിരപ്പ് ഏത് സമയത്താണ് ഉയരുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെ ജലനിരപ്പ് എത്രയും പെട്ടെന്ന്, ചിലപ്പോൾ മലമുകളിൽ മഴ പെയ്താൽ തന്നെ നമുക്ക് ഇതിലെ ജലനിരപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും വലിയൊരു അപകടത്തിലേക്ക് വഴിതെളിക്കും. അഞ്ചുരുളി മുതൽ ഇരട്ടയാറ് വരെയാണ് ഈ ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇരട്ടയാറ് ആ ഒരു ഡാമിൽ നിന്ന് ആ ഒരു ജലാശയത്തിലെ വെള്ളം ഡയറക്റ്റായിട്ട് ഈ അഞ്ചുരുളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ടണൽ വഴിയാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. കാരണം ഒട്ടും തന്നെ വെളിച്ചമില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ ടോർച്ചോ കാര്യങ്ങളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഇനിയും 4 കിലോമീറ്റർ നമുക്ക് സഞ്ചരിച്ചാൽ മാത്രമേ ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഗുഹയുടെ ഈ ഭാഗങ്ങളൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്. പുറത്തുനിന്നുള്ള നല്ല ലൈറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാണ് അവസ്ഥ. ഏറ്റവും നമ്മൾ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും. പിന്നെ അങ്ങോട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റ് പല അപകടങ്ങളും ഉണ്ട്. അതായത് വലിയ വലിയ കുഴികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള റിസ്ക് ആരും തന്നെ എടുക്കാതിരിക്കുക. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു തവണ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ്. ഇടുക്കി വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഇടുക്കിയിൽ ഇത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ പാക്കേജിൽ ഇതുകൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ ഇടുക്കിയിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.